അപ്പൊ ആ കൂട്ടത്തിൽ ഇപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിങ്കിളായിട്ട് മിക്സ് ചെയ്തിട്ട് സദക്ക ഏതാ സക്കാത്ത് ഏതാന്ന് അറിയാത്തൊരു കാലമാണ്. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ ഒരു ഹോസ്പിറ്റൽ ഒരു സിനിമാ നടിയെ വെച്ച് പരസ്യം ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? നിങ്ങളുടെ സക്കാത്തെല്ലാം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തരണം. ഒരു അമല് ചെയ്യാൻ സിനിമാ നടിയെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കേണ്ടി വന്നാൽ, ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു മുസ്ലിം പേരുള്ള ഹോസ്പിറ്റലാണ്. ഒരു സിനിമാ നടിയെ വെച്ചിട്ട് റമദാനിൽ പരസ്യം ചെയ്യിപ്പിച്ചിരിക്കുകയാണ്, സദക്കയും നിങ്ങളുടെ സക്കാത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹോസ്പിറ്റലിൽ തരണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വലിയ അപകടത്തിലേക്കാണ് ഈ സമൂഹം പോകുന്നത്. സക്കാത്തിന് അതിൻ്റെതായ മാന്യതയും മാനദണ്ഡങ്ങളും ഇതൊക്കെ ഇല്ലേ, നിയമങ്ങളില്ലേ? അത് കൊടുക്കേണ്ടത് ആർക്കാണെന്നും വാങ്ങേണ്ടത് എങ്ങനെയാണെന്നും കൃത്യമായ നിയമ നിലപാടുകളില്ലേ? ഇവിടെ ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ സ്വതക്കകൾ സ്വീകരിക്കാം, ആരിൽ നിന്നും സ്വതക്കകൾ വാങ്ങാം. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ അമല് നഷ്ടപ്പെടുത്തി കളയുന്ന ഇത്തരം സക്കാത്ത് പോലെയുള്ള നിർബന്ധമായ കർമ്മങ്ങളിൽ ദയവ് ചെയ്ത് കൈവെക്കരുത്. മുഅ്മിനീങ്ങളെ പലരുടെയും സക്കാത്ത് നശിപ്പിക്കുന്നത്, ഞങ്ങൾ ഇത്ര ചാരിറ്റി ചെയ്യുന്നുണ്ട്, നിങ്ങളെ സക്കാത്ത് ഇങ്ങോട്ട് തരൂ, ആ വർത്താനം വേണ്ട. സ്വതക്ക നിങ്ങൾക്ക് വാങ്ങാം, അതാരാണെങ്കിലും എവിടുന്നാണെങ്കിലും. കാരണം സക്കാത്തിന്റെ പേരിലൊരു വലിയ തട്ടിപ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ തട്ടിപ്പുകളൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം, അത് സക്കാത്തിന്റെ പേരിലാണ് നടക്കുന്നത്. ഒരു സമൂഹത്തിന്റെ സക്കാത്തൊക്കെ വാങ്ങുക, എന്നിട്ടത് അനാവശ്യമായ രീതിയിലൂടെ ചെലവഴിച്ചു കളയുക. അത് അങ്ങനെ വാങ്ങാൻ തന്നെ പാടില്ല. അത് ചെലവഴിക്കുന്ന രൂപം അതിനേക്കാൾ അപകടകരമായ തരത്തിൽ. കഴിഞ്ഞ കൊല്ലം കൊടുത്തതിന്റെ ബാക്കിയൊക്കെ കിടപ്പുണ്ട്. ഞാനൊരു ജുമാ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. ഇന്നലെയാണ് ഇത് കണ്ടത്.